എം മണി എന്നുള്ളത് ഏറ്റവും വലിയ വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവർ അപ്പോഴും രക്ഷിച്ചത്, ഇപ്പോഴും രക്ഷപ്പെടുത്തുന്നത്, അക്ഷയെ രക്ഷപ്പെടുത്തുന്നത് ഈ എം മണിയാണ്. അന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ അക്ഷയ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പോക്സോ കേസിൽ അവൻ പ്രതിയായിട്ടുണ്ട്. ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഓരോ ദിവസം അച്ഛൻ ഓരോ വെളിപ്പെടുത്തൽ മാധ്യമത്തിന് മുമ്പിൽ വയ്ക്കുന്നത്. ഇന്ന് എന്താണ് പറയാനുള്ളത്? അത് വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന എല്ലാ കുറ്റവാളികളോടും, എല്ലാ കൊലപാതകളെ പുറകെയും ഞങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ശരിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ അത് ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെറുതെ ഇരിക്കുന്നതല്ല. അപ്പോഴേ ഈ അക്ഷയ് എന്ന് പറയുന്നത് അവനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു അറിവ് നമ്മളെ ടീമേനെ നമുക്ക് തന്നിട്ടുണ്ട്, വളരെ അവൻ്റെ നാട്ടിൽ നിന്ന്. ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് അക്ഷയ് ഇതുവരെയ്ക്കും അവർ പ്രതി ചേർക്കാത്തത്, പിടിക്കാത്തത് എന്നുള്ള കാര്യം. അക്ഷയ് മാത്രമല്ല, ആ പെൺകുട്ടിയും അല്ലെങ്കിൽ ആ ഡീനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ പറയാൻ പറ്റില്ല. നമ്മളെ രീതിയിൽ അന്വേഷിച്ചപ്പോഴും നമുക്ക് കിട്ടിയ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അറിവ് കിട്ടിയായിരുന്നു ഇപ്പോൾ ഈ അക്ഷയെക്കുറിച്ച്. അത് വളരെ ക്രൂരമാണ്. ശരിയും ഞാനിത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ അക്ഷയുടെ പൂർവ്വകാല ആ കുറ്റകൃത്യം, ആ ക്രൈം, അതിൻ്റെ കുറ്റവാസന അതും കൂടെ ഒന്ന് നിങ്ങളറിയണം, ജനങ്ങളറിയണം. പിന്നെ അവൻ്റെ കുടുംബപരമായിട്ടുള്ള ആ ഒരു കുറ്റവാസനയും അതും കൂടെ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ എത്രത്തോളം ഭീകരമാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഒരിക്കലും ഇപ്പോൾ പോലീസിനോട് കൊടുക്കാനോ മറ്റേ കൊടുക്കാനോ ഒന്നും ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഒരു അന്വേഷണം മതിയാക്കി വെച്ചിരിക്കുന്ന രീതി പോലെ നമുക്ക് തോന്നുന്നു. പക്ഷേ ഇത് വളരെയേറെ ഉപയോഗപ്പെടും ഇനിയുള്ള അന്വേഷണത്തിന്. വെറുതെ പറയുന്നവർ, ഞാൻ എപ്പോഴും പറയാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു വ്യക്തതയില്ലാതെ ഞാൻ ഒരു ആരോപണം പറയില്ല. അക്ഷയെക്കുറിച്ച് ഏറ്റവും കുറച്ച് 2 കാര്യങ്ങൾ ഇപ്പോൾ അറിയണം. 2 കാര്യങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. അതായത് നമ്മൾ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ അക്ഷയ് കുറച്ച് സീനിയർ ഏജാണ് അവിടെ ഉള്ളത്. ആദ്യം പറഞ്ഞെന്തോ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നു, അങ്ങനെ പഠിച്ചത് എൻ്റെ മോൻ പറഞ്ഞത്, അവനും പറഞ്ഞത് അങ്ങനെ. പക്ഷെ അത് അങ്ങനെയല്ല, അവർ കുറച്ച് മൂത്ത് അവിടെ കിടക്കുക. അതായത് 10ാം ക്ലാസ് മുതൽ. അതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ അക്ഷയ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പോക്സോ കേസിൽ അവൻ പ്രതിയായിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാല് അത് പോലീസ് കേസ് ആക്കിയിട്ടില്ല. ഈ പറയുന്നത് ആരോപണമാണോ സത്യമായി നടന്ന സംഭവമാണോ? ഇത് സത്യമായിട്ട് അവിടെ നടന്ന സംഭവമാണ്. അച്ഛന് തന്നെ അറിയാം. എനിക്കറിയുന്നത് നമുക്കൊരു ടീമുണ്ട് തന്നെ. നമ്മുടെ ടീം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറുതെ ഞാനിവിടെ ഇരിക്കുകയല്ല. ഇവരെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നറിയുമ്പോൾ നമുക്കും അതിന്റെ പുറകെ പോകണമല്ലോ. നമുക്കും അതിന്റെ പുറകെ പോയി അത് കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് പിടിക്കാത്തത്? കാര്യം നമ്മളിവിടെ ചുമ്മാ ഇരിക്കുന്നതല്ല. ഞാൻ ആദ്യ ദിവസം മുതൽ നമ്മൾ ഓരോ കാര്യങ്ങളും അക്ഷയെക്കുറിച്ചും ഓരോ പ്രതികളെക്കുറിച്ചും ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. അവൻ ഇത് ചെയ്തിട്ടുണ്ട്, അവൻ ഇത് ചെയ്തിട്ടുണ്ട്. കോളേജിൽ തന്നെ നമ്മൾ പറയും അവനെ അവിടെ കൊണ്ട് ചെയ്തതാണ്, ഇവിടെ കൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞതിന് ശേഷമാ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് തന്നെ വന്നത്. അവൻ എവിടെയൊക്കെ കൊണ്ട് ഉപദ്രവിച്ചു, അവൻ എന്തൊക്കെ ചെയ്തു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ദിവസം ഇവിടെ തുടങ്ങിയപ്പോഴേ അവൻ ഇന്ന സ്ഥലങ്ങളിൽ അവൻ ഇന്ന ആൾക്കാർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ പോക്സോ കേസ് അക്ഷയുടെ നാട്ടിലാണ് നടന്നത്. പോക്സോ കേസ് അക്ഷയുടെ നാട്ടിലാണ്. നാട്ടിൽ മാത്രമല്ല, വീട്ടിലാണ്. പക്ഷേ അതൊരു പോലീസ് കേസ് ആക്കിയിട്ടില്ല. ആ നാട്ടിൽ പോയി തിരക്കി കഴിഞ്ഞാൽ അറിയാം അക്ഷയ് 10ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അത് കുട്ടിയെന്ന് പറഞ്ഞാൽ അതും പറയാം. അക്ഷയുടെ അമ്മ രജനി എന്ന് പറയുന്നത് ഒരു അധ്യാപികയായിരുന്നു. ഇപ്പൊ അധ്യാപികയാണെന്നല്ല, റിട്ടയർഡ് ആണെന്നല്ല, അധ്യാപികയായിരുന്നു. അമ്മയുടെ പേര് രജനി. ഈ അമ്മയുടെ ആങ്ങളയുടെ മകളെ ഈ അക്ഷയ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പീഡിപ്പിച്ചായിരുന്നു. ആ കുട്ടിക്ക് പാവം ആ സമയത്ത് 4 വയസ്സായിരുന്നു പ്രായം. വളരെ വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷേ ആ സമയത്ത് പോലീസ് കേസാവാതെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അവർ വീട്ടുകാരായതുകൊണ്ട്, വീട്ടിൽ കുടുംബക്കാരും ബന്ധുക്കളും ആയതുകൊണ്ട് അവരാ മാക്സിമം ആ കേസ് അവിടെ വെച്ചങ്ങ് ഒതുക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ രാഷ്ട്രീയക്കാരൻ, അവർക്ക് വേണ്ട രാഷ്ട്രീയക്കാരൻ ഈ മണി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ്. അപ്പം പേര് എനിക്ക് ഇത്രയും അറിയാം. മണി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനാണ്. അവിടെ കുടുംബ സുഹൃത്താണ്, അവിടെ രാഷ്ട്രീയ സപ്പോർട്ടുള്ളതാണ്. അദ്ദേഹവും എല്ലാവരും ചേർന്നിട്ട് ഈ കേസ് അങ്ങ് ഒതുക്കി. അവിടെ വെച്ച് കുടുംബത്തിൽ വെച്ച് തന്നെ അങ്ങ് ഒതുക്കി. ആ സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ നാട്ടുകാരായിട്ടൊന്ന് തിരക്കി നോക്കുക. ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞിരിക്കില്ല, എന്നാൽ പോലും ഒരു ഇൻവെസ്റ്റിഗേഷനുള്ള രീതിയിൽ നിങ്ങൾക്ക് തിരക്കി നോക്കുമ്പോൾ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. ആ പേരിൽ കുറച്ച് ദിവസം അവൻ അവിടെ ക്ലാസ്സിൽ പോകാതെ, അല്ല അതിന് മുമ്പോ ആ ലാഗിങ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു മൂപ്പാണ് അവന്റെ ഈ ഇതിൽ കാണിക്കുന്നത്, ഏജിൽ കാണിക്കുന്നത്. ഈ കേസ് വളരെ വ്യക്തമായിട്ട് നടന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചോദിക്കാം. ഈ കേസ് അവരെ കുടുംബ സുഹൃത്തായ ഇദ്ദേഹം തന്നെയാണ്, ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള അദ്ദേഹം തന്നെയാണ് ഒതുക്കി തീർത്ത് വിട്ടിട്ടുള്ളത്. അത് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത് ആ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയണമെങ്കിൽ
ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന ഒരു കേസും കൂടെ ഉണ്ട് അവൻ്റെ അമ്മയുടെ തന്നെ. പക്ഷെ ഈ സംഭവം നടന്നത് ഏകദേശം 10-20 വർഷമായി. ഇതുമായിട്ട് സംബന്ധമില്ല. എന്റെ മകനെ കുറിച്ച് സംബന്ധമില്ല രണ്ടും. പക്ഷെ എന്നാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ക്രൈം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവന്റെ അമ്മ രജനി, അതായത് അക്ഷയുടെ അമ്മ രജനിയുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയാണ്. ഈ രജനിയുടെ അമ്മയുടെ സഹോദരനും ആ സഹോദരന്റെ ഭാര്യയായിട്ട് ഒരു വീട്ടിൽ ഒരു കുടുംബ വഴക്കുണ്ടായി. വളരെയേറെ നല്ല വഴക്കിനുണ്ടായി. 10-20 വർഷമായിട്ടുള്ള കാര്യമാണ്. വഴക്കുണ്ടായപ്പോൾ ഇവരുടെ മകൻ ഇതിൻ്റെ ഇടയിൽ കൊല്ലപ്പെട്ടു. ഇവരുടെ മകൻ എന്ന് പറഞ്ഞാൽ ഈ ആങ്ങളയുടെ മകനും അമ്മയുടെ മകൻ, അതായത് ആങ്ങളെയും ഭാര്യയായി വഴക്കുണ്ടാക്കുന്നു. രജനിയുടെ ആങ്ങളെയും ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കുന്നു. വഴക്കുണ്ടാക്കുന്ന ഈ സമയത്ത് ഈ ആങ്ങളയുടെ മകൻ, കൊച്ചുകുട്ടിയാണെന്ന് തോന്നുന്നു, ഇതിൻ്റെ ഇടയിൽ വെച്ച് മരണപ്പെടുന്നു അപകടത്തിൽ, ഈ വഴക്കിൻ്റെ ഇടയിൽ. ആ കേസിൽ ഈ രജനിയുടെ ആങ്ങളെ ജയിലിൽ പോയായിരുന്നു. ജയിലിൽ പോയിട്ട് അവിടെയും ഈ കേസ് ഏകദേശം ഒതുക്കി തീർക്കേണ്ട വകുപ്പിലാണ്. ഇവരെ കുടുംബ സുഹൃത്തായ അദ്ദേഹം ഒതുക്കി തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ജയിലിൽ വെച്ച് ഇദ്ദേഹം മരണപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തമായ തെളിവുണ്ട്. ജയിലിൽ വെച്ച് മരണപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ എന്താണെന്നറിയില്ല. ജയിലിൽ വെച്ച് മരണപ്പെട്ടു. ഏകദേശം 10-20 വർഷമായി. അദ്ദേഹത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയായിരുന്നു. അപ്പോൾ രജനിയുടെ ആങ്ങളയ്ക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്, അതിന് വ്യക്തമായ തെളിവുണ്ടല്ലോ. അത് അവിടെ വെച്ച് ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ളത്. ജയിലിൽ വെച്ച് മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന്റെ ഒരു കോമ്പൻസേഷനായിട്ട് അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി. ഇത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് എന്റെ മകന്റെ മരണത്തിനെ കുറിച്ച് സംബന്ധിക്കുന്ന കാര്യമേ അല്ല. പക്ഷെ അവരുടെ ക്രൈം, ആ ബാക്ക്ഗ്രൗണ്ട്, കുടുംബ പശ്ചാത്തലം നിങ്ങൾ അറിയണം. എന്ത് കാര്യം നടന്നു കഴിഞ്ഞാൽ അത് വെളിയിൽ അറിയാതെ അവർ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്ത് അത് വളരെ ഭംഗിയായിട്ട് മൂടി വയ്ക്കേണ്ട ഏറ്റവും വലിയ കഴിവ് ആ കുടുംബത്തിനുണ്ട്. ആ കുടുംബത്തിന് ബാക്ക് സപ്പോർട്ടുണ്ട്. അന്നും അത് ഈ പറഞ്ഞത് എം എം മണി എന്ന് പറഞ്ഞ അവരുടെ രാഷ്ട്രീയക്കാരനെ ഇവർക്ക് സപ്പോർട്ട് ചെയ്തത് ആ ആദ്യത്തെ പോക്സോ കേസാവാതെ അത് ആരാണ് അദ്ദേഹം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എന്റെ പേര് ജയപ്രകാശ് എന്നാണ്. എന്നെ പോലെ 10,000 ജയപ്രകാശാണ്. എം എം മണി എന്നുള്ളത് ഏറ്റവും വലിയ വേണ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവർ അപ്പോഴും രക്ഷിച്ചത്, ഇപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. അത് ഏത് എം എം മണിയാണെന്ന് അറിയില്ല. അതുപോലെ 150 എം എം മണിക്കാരെ കാണുമായിരിക്കും. പക്ഷെ ഉറപ്പാണ് അദ്ദേഹം തന്നെയാണ്. CPM നേതാവ് എം എം മണിയുണ്ട്. ആ എം എം മണിയാണോ ഇത്? എനിക്കത് അറിയില്ല. അദ്ദേഹം തന്നെയാണോ എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റിലുള്ള ഒരു എം എം മണിയാണ് എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനമാണ് ഇവന്റെ അച്ഛൻ. അതുകൊണ്ട് അന്നേയും രക്ഷപ്പെടുത്തിയത് ഇത് എം എം മണിയാണെന്ന് പറയുന്നത്. അപ്പൊ ഇന്നും ഈ കേസിൽ രക്ഷപ്പെടുത്തിയത്, അക്ഷയെ രക്ഷപ്പെടുത്തുന്നത് ഈ എം എം മണിയാണ്. ഇദ്ദേഹം തന്നെയാണോ അദ്ദേഹം എന്ന് എനിക്കറിയില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും വലിയ നേതാവാണ്. ഈ അക്ഷയെ പറ്റിയുള്ള കാര്യങ്ങൾ അച്ഛനോട് പറയും. അക്ഷയുടെ ബന്ധുക്കളാണോ നാട്ടുകാരാണോ? അല്ല, അത് നാട്ടുകാരുമല്ല ബന്ധുക്കളുമല്ല. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു, എനിക്കിതിൽ നല്ലൊരു ടീമുണ്ട്. അവിടുത്തെ അവരുടെ നാട്ടുകാരോട് പോയി തിരക്കി വ്യക്തമായിട്ടും അത് ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല. ഈ 18 പ്രതികൾ എന്ന് പറയുന്നത് ഏകദേശം 10-16 പ്രതികളുടെ ബാക്കിൽ തന്നെ എന്റെ ഒരു ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അവരെ വീട്ടിൽ ചെന്ന് നോക്കുന്നൊന്നല്ല, എനിക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇവരൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. പക്ഷെ എനിക്കത് അറിയണമല്ലോ. എനിക്ക് വെറുതെ ഇരുന്നാൽ പറ്റില്ല. എനിക്ക് അടുത്ത് എന്റെ ജോലി നോക്കി, എനിക്ക് എന്റെ ജീവിതമാർഗം നോക്കി പോകണം. അതിനു മുമ്പ് എനിക്ക് മാക്സിമം ഇവരെ ബാക്ക്ഗ്രൗണ്ട് കിട്ടണം, ഇവരെ കുറ്റകൃത്യങ്ങൾ എന്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അക്ഷയെ കുറിച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ളത് കിട്ടിയാണ്. ഞാനത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിവരം കേരള പോലീസിന് കൈമാറുന്നുണ്ടോ? ഞാനിപ്പോൾ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള പോലീസ് കൈമാറാത്തെന്ന് പറഞ്ഞാൽ CBI അന്വേഷണം വന്നു എന്ന് അറിഞ്ഞത് അന്ന് മുതൽ, അന്നാണ് ലാസ്റ്റ് 2 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഏകദേശം 10-30 ആൾക്കാരുണ്ട് ഇതിന്റെ പുറകിൽ. അന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ആ കേസ് എങ്ങനെ പോകുന്നു അതുമുതൽ അന്ന് മുതൽ കേസ് നിർത്തി എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ അറിഞ്ഞത്. CBI അന്വേഷണം ഏറ്റെടുത്തിട്ടുമില്ല. ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നുമില്ല. അപ്പോൾ അന്വേഷണം മുമ്പോട്ട് പോകാത്തത് അദ്ദേഹത്തിനോട് സർക്കാർ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, നിർത്തിവെക്കാൻ അതും അറിയില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന തെളിവ് ഇത് മാത്രമല്ല, എൻ്റെ ഒരുപാട് തെളിവുണ്ട്. ഒരുപാട് തെളിവിൻ്റെ ഇരിക്കുക. അതിപ്പം CBI വരുമ്പോഴേക്കും അവർ ചോദിക്കുകയാണെങ്കിൽ ഈ കൊടുത്തേ പറ്റുള്ളൂ. കേസന്വേഷണത്തിൽ ചിലപ്പോൾ അവർക്ക് ഉപയോഗപ്പെടില്ലായിരിക്കും, അവർക്ക് അതിൻ്റെ ആവശ്യം വരില്ല. അവർ നല്ല ബുദ്ധിമാന്മാരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കൊടുക്കും. അവർക്ക് കേരള പോലീസിന് അവർക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാര്യം അവർ നമ്മളോട് ചോദിക്കുന്നില്ല. ഇതൊരു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കായിരിക്കും. പക്ഷെ ഇനി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർ CBI വന്നിട്ട് കൊടുക്കാം. പക്ഷെ നിർഭാഗ്യവശാൽ CBI ഇതുവരെയ്ക്ക് വന്നിട്ടില്ല.
പോലീസ് കേസ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നുമില്ല എന്നാണ് അറിഞ്ഞത്. ഈ പ്രതികളുടെ പിറകെ അച്ഛനും ഒരു ടീമും ഉണ്ടോ? ഈ പ്രതികളുടെ പിറകെ അച്ഛനും സഞ്ചരിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഞാൻ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, വെറുതെ ഇരുന്നാൽ പറ്റില്ല. ഇപ്പൊ ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ചിട്ട് അവരെ പുറകെ പോകുന്നല്ല പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇവരെല്ലാവരെയും ഞാൻ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെയാണെങ്കിൽ ഇരിക്കുള്ളൂ. ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് അറ്റമാണ് നിൽക്കണമെങ്കിലും എനിക്കറിയാം ഇവരെ ഓരോ മൂവ്മെന്റും അല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇവരെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരാളെ ബാക്ക്ഗ്രൗണ്ട് കിട്ടി, ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊന്നും അധികം നാൾ മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇവരെ എവിടെയാണ് പഠിച്ചു വളർന്നത്, എന്താണ് ചെയ്തത് എന്നെല്ലാം അറിയേണ്ടത്. ഇപ്പൊ നമുക്ക് അത് കൂടെ ഇവിടെ അവിടെ തന്നെ സഞ്ചരിച്ച് അവിടെ പോയി അന്വേഷിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോഴത്തെ നമുക്കൊരു ഫെസിലിറ്റി വെച്ചിട്ട് ഒരു വിരൽത്തുമ്പിൽ തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് നമ്മളെ ആൾക്കാർ 1-2 പേര് വേണം, അല്ലെങ്കിൽ വിശ്വസ്തരായ വേണം എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്തുമാത്രം പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ഞാൻ അവരെ പറയുന്നത് പോയിട്ടില്ല, ഞാൻ പറയുക. കാരണം ഇവരെ പിടിച്ചെന്ന് ഇവർ മാത്രമല്ല, ഇവർ ബാക്കിയുള്ള 30 പേരിൽ ഇനിയുണ്ട്. അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഈ പെൺകുട്ടി ആരാണ് സഹായിക്കുന്നത്, അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടല്ലോ, ഞാൻ വളരെ വ്യക്തമായിട്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോ തന്നെ കാണിച്ചല്ലോ. അപ്പൊ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല? അവർക്കറിയാം അവർ ചെയ്ത കുറ്റവും കാര്യങ്ങളും എല്ലാം അവർക്കറിയാം. എന്റെ കയ്യിൽ അതിനുള്ള തെളിവ് കാര്യങ്ങളുണ്ടെന്നുള്ളത് അവർക്കറിയാം. ഡീനിന് പറഞ്ഞു, ഡീൻ എന്തുകൊണ്ട് ഇതിലേക്ക് വിളിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ഡീനെ ഒന്ന് അറസ്റ്റ് ചെയ്യുന്നില്ല? വ്യക്തമായ തെളിവുണ്ടല്ലോ ഡീനെതിരെ ഈ പെൺകുട്ടിയെ കുറിച്ചെല്ലാം. അതല്ല, അറസ്റ്റ് ചെയ്യുന്നില്ല, അവരങ്ങ് മാറി നിൽക്കുമ്പോൾ എനിക്കും അങ്ങനെ ചുമ്മാ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് എനിക്കും കൂടെ കിട്ടുന്ന വിവരങ്ങൾ ഞാൻ മാക്സിമം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള വിവരമാണ് ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ജയിലിൽ പോയിട്ട് പുള്ളി മരിച്ചതും ജോലി കിട്ടിയതും എല്ലാം.